മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കുള്ള വീടിൻ്റെ ആദ്യഘട്ട വീടുകൾ നൽകുന്നതിൻ്റെ നറുക്കെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. വയനാട്ടിലാണ്. തീർച്ചയായും വലിയ ഒരു ആശ്വാസത്തിൻ്റെ ഒരു നിമിഷമാണിത്. 178 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. 164 4B 265 എന്ന നമ്പറാണ് ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. കമൽ വിവരങ്ങളുമായി ചേരും. കമൽ, എങ്ങനെയാണ് ആ ഒരു നറുക്കെടുപ്പ് പ്രക്രിയ? എന്തായാലും മുഖ്യമന്ത്രി നേരിട്ടല്ലേ വീടുകൾ കൈമാറുന്ന ഒരു ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും അല്ലേ? ദിവീഷ്, 178 ഗുണഭോക്താക്കൾക്കാണ് ഈ ഘട്ടത്തിൽ വീടുകൾ കൈമാറുക. അവരെ കൃത്യമായ ക്രമനമ്പർ ഇട്ട് ഓഡിറ്റോറിയത്തിന് പുറകിൽ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. അതിലിപ്പോൾ ഏതാണ്ട് 10ാമത്തെ ആളെ ഒക്കെയാണ് എത്തിയിരിക്കുന്നത്. ഓരോരുത്തരായി വന്ന് നിറക്കെടുക്കുകയാണ്. ആ സ്ക്രീനിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മുകളിലത്തേത് ക്രമനമ്പറാണ്. മുകളിലത്തേത് ക്രമനമ്പർ. അത് കഴിഞ്ഞ് ഉള്ളത് 1 എന്നത് സോണാണ്. F എന്നത് ക്ലസ്റ്റർ ആണ്. 59ാം ക്ലസ്റ്ററിലെ വീടിന്റെ നമ്പർ. അങ്ങനെയാണ് 1ാമത്തെ സോണിൽ ഇത്രാമത്തെ ക്ലസ്റ്ററിൽ ഇത്രാമത്തെ വീട് എന്നതാണ് ആ നിറക്കിൽ കടലാസിൽ നമ്മൾ കാണുന്നത്. 5 സോണുകളുണ്ട്. ഓരോ സോണിലും വിവിധ ക്ലസ്റ്ററുകളുണ്ട്. ക്ലസ്റ്ററുകളെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ അക്കം സൂചിപ്പിക്കുന്നത് സോണിനെ, ഏറ്റവും അവസാനത്തെ 2 അക്കമോ 3 അക്കമോ സൂചിപ്പിക്കുന്നത് വീടിന്റെ നമ്പർ. അങ്ങനെയാണ് 178 പേരെയും ഓർഡറിൽ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. ഗുണഭോക്താക്കളെ അവർ ആധാർ കാർഡുമായി വരണം. ഈ നിറക്ക് കിട്ടിയതിന് ശേഷം വിവിധ കൗണ്ടറുകളുണ്ട്. പട്ടയം, അതുപോലെ KSEB, അങ്ങനെയുള്ള വാട്ടർ കണക്ഷൻ, അതിന്റെയൊക്കെ കൗണ്ടർ ഉണ്ട്. അവിടെ പോയി അവർക്ക് ഇന്ന പ്ലോട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അവരുടെ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഇന്ന് മടങ്ങാം. ആ രീതിയിലുള്ള ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. മന്ത്രി OR കേളു, T സിദ്ദിഖ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. കൃത്യമായി ഇവരെ ബോധ്യപ്പെടുത്തി തീർത്തും സുതാര്യമായ രീതിയിൽ ഈ ഓരോ ലോട്ടും ആ പെട്ടിയിലേക്ക് ആദ്യം ഉദ്യോഗസ്ഥർ ഇടുന്നത് ഈ സ്ക്രീനിൽ കാണിച്ചതിന് ശേഷമാണ് 178 ലോട്ടുകളും ആ പെട്ടിയിൽ ഇട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾ ലോട്ട് എടുക്കുന്നത്. ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഫേസ് 1 എന്ന ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള 178 പേരാണ് ഇപ്പോൾ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത്. ശരി, 178 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ ലഭിക്കുക. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ ഒരു നേട്ടം തന്നെയാണ്. വേഗത്തിൽ ആ വീടുകളുടെ നിർമ്മാണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക, ആ വീട് കൈമാറാൻ കഴിയുന്നത് അത്രയും 178 കുടുംബങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്.